ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശു പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 146 സന്ദേശം. പ്രാർത്ഥന എല്ലാ തരത്തിലുമുള്ള പോരാട്ടത്തിനും വേണ്ടി ആത്മാവിനെ ഒരുക്കുന്നു. പ്രാർത്ഥന പോരാട്ടത്തിന് വേണ്ടി, എല്ലാ തലത്തിലുള്ള പോരാട്ടത്തിന് വേണ്ടി ആത്മാവിനെ ഒരുക്കുന്നു. ആത്മാവ് ഏതവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധിയും നൈർമല്യമുള്ള ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഈ വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് പ്രാപിക്കാൻ സാധിക്കില്ല. അപ്പോൾ വിശുദ്ധരാണെങ്കിലും പാപിയാണെങ്കിലും വിശുദ്ധിയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും വിശുദ്ധിയുടെ ഉന്നത തലങ്ങളിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നവരാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ അതിനൊരിക്കലും ജീവനിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ, എന്നിൽ അവൻ്റെ ഛായയും സാദൃശ്യവുമായി എന്നിൽ അവൻ്റെ ജീവശ്വാസം നിലനിൽക്കുകയില്ല, അവൻ്റെ ജീവൻ എന്നിൽ നിലനിൽക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോ പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ. ലേഖനത്തിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കാനൊക്കെ ഈശോ ഓർമ്മപ്പെടുത്തുമ്പോൾ, അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ രാജ്യവും സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകുന്നതിന് വേണ്ടിയിട്ടും സഹോദരങ്ങളോട് നമ്മൾ ക്ഷമിക്കുന്ന പോലെ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടിയിട്ടും ഒക്കെ ഈശോ പറഞ്ഞു തരുന്ന ഒരേ ഒരു മാർഗം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഈ ബോധ്യം എത്രമാത്രം നമുക്ക് അർത്ഥവത്താണ്. നമ്മൾ വിശുദ്ധിയിലാണോ? കൂടുതൽ പ്രാർത്ഥിക്കുക. നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി, നിൽക്കുന്നുവെന്ന് കരുതുവൻ വീഴാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. വീണ്ടും നമ്മൾ പാപത്തിൻ്റെ അവസ്ഥയിലാണോ? നിരാശയിലേക്ക് പോകരുത്. യൂദാസിനെ പോലെ നശിക്കാനല്ല, പത്രോസിനെ പോലെ അധികാരത്തോടെ പടുത്തുയർത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക. അനുതാപം ആവശ്യമില്ലാത്ത നീതിമാന്മാരെ കഴിഞ്ഞും അനുതാപം ആവശ്യമുള്ള പാപിയെക്കുറിച്ച് സ്വർഗത്തിലെ ദൂതരുടെ ഇടയിൽ വലിയ സന്തോഷം ഉണ്ടാവുന്ന ഈശോ ഓർമ്മപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈശോയെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഏത് നിമിഷവും അങ്ങുമായിട്ട് ഒന്നായിരിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.